സത്യം പറഞ്ഞാല് അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പം ശൈത്യയുടെ ഒരു മുഖഭാവം പല ആൾക്കാരും ശൈത്യം മാത്രമല്ല പല ആൾക്കാരും അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആകെയും പോകെ നമ്മുടെ ലക്ഷ്മി, മസ്താനി, പ്രവീണ്, അഭിലാഷ് ആൻഡ് ഒനീൽ ഇവരാണ് ചാടി എണ്ണിച്ചത്. അതുപോലെ തന്നെ ആദിലെ നൂറെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു. ജനുവലായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് എണ്ണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ ആ ഫേസിൽ ഞാൻ കണ്ട ജിസേലിൻ്റെ മുഖം എന്നാണ് ശ്രദ്ധിച്ച് ജിസേലും നല്ല സന്തോഷത്തോടെ കൈ അടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എണ്ണിച്ചതെങ്കിലും സന്തോഷത്തോടെ ജിസേലും കൈ അടിക്കുന്നുണ്ടായിരുന്നു. ആരിലും ഏകദേശം ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാം കണക്കായിരുന്നു. അതുപോലെ എല്ലാവരും ഇനി ശൈത്യയുടെ കാര്യം തന്നെ പറയുന്നു. ബാക്കി എല്ലാവരും പിന്നീടാണെങ്കിലും എണ്ണിച്ച് കൈ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശൈത്യ എന്താന്നത് ശൈത്യയുടെ മൈൻഡ് പോയതാണോ അതോ ഇത് ശൈത്യം അവിടെ നിന്നിട്ട് ഇത് ഈശ്വരന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഇവർക്ക് കിട്ടല്ലേ 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 എന്ന് പ്രാർത്ഥിച്ച് കിട്ടിയപ്പം ശൈത്യ ആകെ തളർന്നുപോയി. സത്യം പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റർ എല്ലാവരും പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ശൈത്യ അനുമോൾക്ക് വിജയം എന്നൊക്കെ പറഞ്ഞപ്പോൾ കറക്റ്റ് ശൈത്യ തന്നെയാണ് ഫോക്കസ് ചെയ്ത് കാണിച്ചത്. അവർക്ക് അതൊക്കെ ഒരു കണ്ടന്റാണ്. കണ്ടില്ല ഇപ്പം തന്നെ കണ്ടന്റ് ആയിട്ടുണ്ട്. ശൈത്യ എന്താണ് ഇങ്ങനെയെന്ന് അറിയത്തില്ല. ശൈത്യ ഓക്കെ ഒരുപാട് അറ്റാക്കൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അത് വിരോധത്തിലോട്ട് പോവാന്ന് വിചാരിച്ചാലും ബിൻസിയും അതുപോലെ തന്നെ ഇത് അറ്റാക്ക് നേരിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് ശൈത്യയുടെ കൂട്ടങ്ങ് ഒരുപാട് ഉള്ളിലോട്ട് കയറിയിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അനുമോക്കെതിരായിരുന്നു. നിങ്ങൾ കണ്ടല്ലേ ഈ റീ എൻട്രീസ് ഫുള്ളുമായിട്ടും അതാണ് സംഭവം. എന്തായാലും ശൈത്യയുടെ ഒരു വിഷമം എനിക്കൊന്ന് എയർപോർട്ടിൽ ഇതൊക്കെ വന്നിട്ട് ഇതുവരെയായിട്ടും ശൈത്യയുടെ എൻട്രീസ് ഒന്നും ഞാൻ കാണിച്ചില്ല. എനിക്കൊന്ന് ശൈത്യ പേടിച്ചിട്ട് വരാത്തതായിരിക്കും എന്ന് തോന്നുന്നത്. അറിയില്ല. എന്തുവായാലും ശൈത്യക്ക് മാത്രമേ ഉള്ളൂ. ശൈത്യക്ക് മാത്രമല്ല ഇത്രയും ഒരു ഇഷ്യൂ ശൈത്യക്കാണ്. ശൈത്യ എന്താണെന്ന് അറിയത്തില്ല. ഇനിയെങ്കിലും കുട്ടി അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ശൈത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിഷമമൊന്നുമല്ല, ഒരു ഫീൽ തോന്നുന്നുണ്ട്. ഒരു ബാഡ് ഫീലിംഗ് ശൈത്യത്തിനുള്ളിൽ ഞാൻ തോന്നുന്നുണ്ട്. ഇത്രയ്ക്കൊന്നും ഒരു വേണ്ടായിരുന്നു. ആ കുട്ടിക്ക് പറ്റിയ സംഭവങ്ങളായിരിക്കും. പക്ഷെ അതൊരു ഉള്ളിലോട്ട് എടുത്തിട്ട് ഇപ്പം തന്നെ ആദിലെ നൂറേം കണ്ടില്ലേ, ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറമേ അവർ കാണിക്കുന്നില്ല. ആൾക്കാരെ കാണിക്കാനെങ്കിലും വേണ്ടിയിട്ട് ഒന്ന് ചിരിക്കുകയോ എടുക്കുകയോ ചെയ്യാമായിരുന്നു. ഒരു ഈ ഈ ഒരു സംഭവം ബിഗ് ബോസിനുള്ളിൽ കാണിച്ചിരുന്നെങ്കിലും ചിലപ്പം ഒന്നുകൂടെ നിന്നേനേം. എന്താ വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവിലോട്ട് പോകും. അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരും. നമ്മൾ വെറുതെ അത് കൂടുതൽ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് പറയാം. പക്ഷെ അനുഭവിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. പക്ഷേ ശരത്ത് ഇത്രയ്ക്കൊന്നും ഒരു ഗെയിമിൻ്റെ പേരിൽ ഇങ്ങനെ അനുവിനോട് ഇത്ര വിരോധം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അനുമോളോടാണ് പറയാനുള്ളത്. അനുമോള് ദയവ് ചെയ്തിട്ട് ശൈത്യനെ പോലുള്ളവരോട് കൂട്ടുകൂടാൻ പോകരുത്. അതൊരു വലിയൊരു ഇഷ്യൂലോട്ട് വരും. സെക്കൻഡിന് ആദില നൂറ അവർ കൂട്ടുകൂടിക്കുക. പക്ഷേ ഒരു അനീഷ് പറയുന്ന ഒരു കയ്യകലത്തിൽ നിന്നാൽ മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും അങ്ങനെ അവരോട് കൂട്ടുകൂടണ്ട. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.